പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ഫിലിപ്പ് ആക്കർമാൻ അടുത്ത നയതന്ത്ര ദൗത്യത്തിന്റെ ഭാഗമായി ചൈനയിലെ പുതിയ ജർമ്മൻ അംബാസഡറായി ചുമതലയേൽക്കുകയാണ്. ഇന്ത്യ ജർമ്മനി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശേഷമാണ് ഡോക്ടർ ആക്കർമാൻ ന്യൂഡൽഹിയിൽ നിന്നും ബീജിംഗിലേക്ക് മാറുന്നത്. 2022 ഇന്ത്യയിലെ അംബാസഡറായി സ്ഥാനമേറ്റ ഡോക്ടർ ആക്കർമാന്റെ കാലയളവിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധം, സഹകരണം, ഉഭയകക്ഷി സഹകരണം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം വരുന്ന പ്രവാസി ഇന്ത്യക്കാരുടെയും 1.5 ലക്ഷത്തിലേറെ വരുന്ന അല്ലെങ്കിൽ 60,000-ൽ വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെയും പ്രിയങ്കരനായ നയതന്ത്രജ്ഞനായി മാറിയ ശേഷമാണ് ഡോക്ടർ ആക്കർമാൻ ഇന്ത്യയോട് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷത പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രത്യേകിച്ച് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ പാരമ്പര്യം വരെ അദ്ദേഹം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം വാങ്ങിയ കാറിന് മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്ന ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ എന്ന വിശേഷണം ലഭിച്ചത്. അതുപോലെ തന്നെ മലയാളികൾ ഏറെ മിടുക്കരാണെന്നും ഡോക്ടർ ആക്കർമാൻ അടിവരയിട്ട് പറയുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ പുതിയ ഇലക്ട്രിക് കാറിന് മുന്നിൽ തേങ്ങ ഉടക്കുകയും നാരങ്ങയും പച്ചമുളകും വണ്ടിയിൽ കെട്ടുകയും ചെയ്യുന്ന ജർമ്മൻ അംബാസഡർ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഫിലിപ്പ് ആക്കർമാൻ എന്ന് തന്നെ പറയാം. പുതിയ വണ്ടി വാങ്ങിയാൽ മുന്നിൽ തേങ്ങയുടക്കിയ, കൺദൃഷ്ടി തട്ടാതിരിക്കാൻ നാരങ്ങയും പച്ചമുളകും വെറ്റിലയും കോർത്ത മാല കാറിൽ തൂക്കുക, ഇതൊക്കെ നമ്മൾ ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡറായിരുന്ന ഒരു വിദേശ നയതന്ത്രജ്ഞൻ ഇതേ രീതിയിൽ സ്വന്തം കാറിന് മുന്നിൽ തേങ്ങയുടച്ച് പൂജ നടത്തിയ വാർത്ത പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെയും ഇന്ത്യൻ ആചാരങ്ങളെയും അതിരറ്റ സ്നേഹത്തോടെ നെഞ്ചിലേറ്റിയ ജർമ്മൻ അംബാസഡർ ഡോക്ടർ ഫിലിപ്പ് ആക്കർമാൻ 4 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇന്ത്യയോട് വിട പറയുന്നത്. മടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയെക്കുറിച്ചും പ്രത്യേകിച്ചും മലയാളികളുടെ മിടുക്കിനെ കുറിച്ചും അദ്ദേഹം പല കാര്യങ്ങളുമാണ് വിശദീകരിച്ചത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ്. 2022 ഡോക്ടർ ഫിലിപ്പ് ആക്കർമാൻ ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡറായി ചുമതലയേൽക്കുന്നത്. വെറുമൊരു ഔദ്യോഗിക പദവി എന്നതിലുപരി ഇന്ത്യയിലെ ജനങ്ങളോടും സംസ്കാരത്തോടും പൂർണ്ണമായി ലയിച്ചു ചേർന്ന ഒരു നയതന്ത്രജ്ഞൻ ആയിരുന്നു അദ്ദേഹം. ഡൽഹിയിലെ കടുത്ത മലിനീകരണത്തിനെതിരെ സന്ദേശം നൽകാൻ അദ്ദേഹം തന്റെ ഔദ്യോഗിക വാഹനം ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറ്റിയപ്പോൾ ഭാരതീയ ആചാരപ്രകാരം തേങ്ങ ഉടച്ചാണ് വാഹനം റോഡിലിറക്കിയത്. 4 വർഷത്തെ വിജയകരമായ സേവനത്തിന് ശേഷം ചൈനയിലെ ജർമ്മൻ അംബാസഡറായിട്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ നിയോഗം. ഇന്ത്യയോട് വിട പറയുമ്പോൾ തനിക്ക് ഇവിടെ ലഭിച്ച അനുഭവങ്ങളും സ്നേഹവും വിവരിക്കാൻ ആകാത്തതാണെന്നും ആക്കർമാൻ അടിവരയിട്ട് പറയുന്നു. ഇനിയും മലയാളികളെ കുറിച്ച് ഫിലിപ്പ് ആക്കർമാന്റെ പുകഴ്ത്തലാണ് അതിലും സവിശേഷമായി മാറിയത്. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരുടെയും IT വിദഗ്ധരുടെയും ഉൾപ്പെടുത്തിയാണ് അംബാസഡർ മലയാളികളെ പുകഴ്ത്തി സംസാരിച്ചത്. ഈ വിടവാങ്ങൽ വേളയിൽ പ്രവാസ ലോകത്തെയും പ്രത്യേകിച്ച് മലയാളികളെയും ആവേശത്തിലാക്കുന്നതും മലയാളികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. മലയാളികൾ അത്യന്തം മിടുക്കരാണ് എന്ന് തന്നെയാണ് ആക്കർമാൻ വിശേഷിപ്പിച്ചത്. ജർമ്മനിയിൽ ഇന്ന് കെയർ ഗിവർ, നഴ്സിംഗ് മേഖലകളിലും ടെക്നിക്കൽ റോളുകളിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് മലയാളികളാണെന്ന് തന്നെ ഡോക്ടർ ആക്കർമാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ജർമ്മൻ ഭാഷ അതിവേഗം പഠിച്ചെടുക്കാനും ജർമ്മൻ സംസ്കാരത്തോടും തൊഴിൽ അന്തരീക്ഷത്തോടും പെട്ടെന്ന് ഇണങ്ങിച്ചേരാനും മലയാളികൾക്കുള്ള കഴിവ് പ്രത്യേകം പരാമർശം അർഹിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മനി ഇന്ന് അഭിമുഖീകരിക്കുന്ന വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കാൻ മലയാളി യുവാക്കൾക്ക് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ജർമ്മനിയിലെ തൊഴിൽ സാധ്യതകളും നയതന്ത്ര ബന്ധവും നോക്കിയാൽ പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഇൻഫോർമാറ്റിക്, ആരോഗ്യ മേഖലകൾ തുടങ്ങിയ ജോലികളിലേക്ക് വിസ ലളിതമാക്കൽ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആക്കർമാന്റെ കാലയളവിലാണ് ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നത് തന്നെ. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ജർമ്മനിയിലേക്ക് വരാനുള്ള ലീഗൽ മൈഗ്രേഷൻ, വിസ പ്രോസസിംഗ് എന്നിവ കൂടുതൽ എളുപ്പമാക്കാൻ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന് സാധിക്കുകയും ചെയ്തു. നഴ്സുമാർ, IT വിദഗ്ധർ, എഞ്ചിനീയർമാർ എന്നിവർക്ക് ജർമ്മനിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇത് വഴിയൊരുക്കി. ഭാരത് ദേശ് ബഹുത് സുന്ദർ ഹേ എന്ന ഹിന്ദിയിൽ വികാരഭരിതനായി പറഞ്ഞ ആക്കർമാൻ ഇന്ത്യയെ ജിജ്ഞാസയുള്ള, ഊഷ്മളമായ, വലിയ ലക്ഷ്യങ്ങളുള്ള, അതായത് ക്യൂരിയസ്, വാം ആൻഡ് അംബീഷ്യസ് രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ അംബാസഡർ ആ രാജ്യത്തെക്കുറിച്ച് പുലർത്തുന്ന കാഴ്ചപ്പാടാണ് അന്താരാഷ്ട്ര തലത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത നിശ്ചയിക്കുന്നത്. മലയാളികളുടെ തൊഴിൽ മികവിനെയും സത്യസന്ധതയെയും കുറിച്ച് ജർമ്മൻ അംബാസഡർ പങ്കുവച്ച വാക്കുകൾ ജർമ്മനിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന 1000
ആയിരക്കണക്കിന് പ്രവാസി മലയാളി ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും വലിയൊരു ആത്മവിശ്വാസവും വാതിലുകളുമാണ് തുറന്നു നൽകുന്നത്. ഇന്ത്യൻ തൊഴിലാളികളും വിദഗ്ധരുമാണ് ജർമ്മനിയിലേക്ക് ഇപ്പോൾ കൂടുതലായി കുടിയേറുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലേക്ക് വരുന്ന ഭൂരിഭാഗം ഇന്ത്യക്കാരും കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ആരോഗ്യ, നഴ്സിംഗ് മേഖലയിൽ ഉള്ളവരാണ്. IT രംഗത്തുള്ളവരും നിർമ്മാണം, ഡ്രൈവിംഗ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ വിദഗ്ധരും വലിയ തോതിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വർധനവ് അതുകൊണ്ട് തന്നെ കൂടുതലാണ്. നിലവിൽ 60,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ജർമ്മനിയിലുണ്ട്. ഏറ്റവും വലിയ വിദേശ വിദ്യാർത്ഥി സമൂഹമാണ് ഇന്ത്യക്കാരുടേത്. US വിസ നയങ്ങൾ കടുപ്പിച്ചതോടെ കഴിഞ്ഞ 6 മാസത്തിന്റെ അപേക്ഷകളിൽ 35% വർധനവുണ്ടായത്. അതുമാത്രമല്ല, വ്യാജ ഏജൻസികൾക്കെതിരെ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പ്രവേശന യോഗ്യത ഇല്ലാത്ത സ്ഥാപനങ്ങളും വ്യാജ ഏജൻസികളും വഴി എത്തുന്ന വിദ്യാർത്ഥികൾ ചൂഷണത്തിന് ഇരയാകുന്നതിൽ ജർമ്മനി ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്തോ ജർമ്മൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണ്. വ്യോമസേന അഭ്യാസങ്ങളും സബ്മറൈൻ ഇടപാടുകളും ഉൾപ്പെടെ പ്രതിരോധ സഹകരണം ശക്തമാക്കിയിരിക്കുകയാണ്. ആർക്കും പ്രവചിക്കാനാവാത്ത അനുഭവമാണ് ഇന്ത്യ എന്ന് ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് ആക്കർമാൻ പറഞ്ഞു. ഭാരതത്തിന്റെ വൈവിധ്യവും തീവ്രവുമായ അനുഭവങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമാണെന്നും ആ അത്ഭുതങ്ങളാണ് ഇന്ത്യയെ ആകർഷകം ആക്കുന്നതെന്നും ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ഫിലിപ്പ് ആക്കർമാൻ തുറന്നു പറഞ്ഞു. 2007 ന്യൂയോർക്കിൽ വെച്ച വിക്രം സേത്തിന്റെ എ സ്യൂട്ടബിൾ ബോയ് എന്ന നോവൽ വായിച്ചതാണ് തനിക്ക് ഇന്ത്യയോട് പ്രണയം തോന്നാനും ഇവിടേക്ക് എത്താനും വഴി ഒരുക്കിയതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യക്കാരുടെ വഴക്കവും തത്സമയ പ്രതിസന്ധി പരിഹരിക്കാനുള്ള കഴിവും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ വിജയം കൊയ്യാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഡിജിറ്റൽ രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇന്ത്യ കൈവരിച്ച പുരോഗതി അത്ഭുതപ്പെടുത്തുന്നതാണ്. ഡിജിറ്റൽ മുന്നേറ്റത്തിൽ ജർമ്മനിക്ക് ഇന്ത്യയിൽ നിന്നും ഏറെ പഠിക്കാനുണ്ടെന്നും അംബാസഡർ പറഞ്ഞു. പ്രതിരോധ മേഖലയിലും ഭരണതലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മുൻപെങ്ങും ഇല്ലാത്ത വിധം വർദ്ധിക്കുകയും ചെയ്തു. ജർമ്മനിയിലെ ഇന്ത്യൻ സാന്നിധ്യം എത്രയെന്ന് ചോദിച്ചാൽ 3 ലക്ഷത്തിലധികം വരുന്ന പ്രവാസി ഇന്ത്യക്കാരും 60,000-ലധികം വരുന്ന വിദ്യാർത്ഥികളും ജർമ്മനിയുടെ സംസ്കാരത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും സമ്പന്നമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെർലിനിലെ ശ്രീ ഗണേശ ക്ഷേത്രം ഇതിന്റെ ഉത്തമ ഉദാഹരണമായി അംബാസഡർ ഡോക്ടർ ആക്കർമാൻ ചൂണ്ടിക്കാണിക്കുന്നു. സമ്പന്നമായ സാംസ്കാരിക ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സംവാദങ്ങൾക്കും വേറിട്ട ആശയങ്ങൾക്കും പരസ്പര തുറന്നു പറച്ചിലുകൾക്കും വേദി നൽകുന്ന ഇന്ത്യയുടെ സാംസ്കാരികവും സാഹിത്യപരവുമായ അന്തരീക്ഷം ഏറെ പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെ ജർമ്മൻ അംബാസഡർ ഡോക്ടർ ഫിലിപ്പ് ആക്കർമാനെ യാത്രയപ്പ് കൂടിക്കാഴ്ചയ്ക്കായി സ്വീകരിക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ നേരിട്ടാണ് എത്തിയത്. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ വിലയേറിയ സംഭാവനകളെ പ്രശംസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാവി സംരംഭങ്ങൾക്ക് ആശംസകളും നേർന്നു. ഫിലിപ്പ് ഫ്രീഡ്രിഷ് യോഹാനസ് ആക്കർമാൻ എന്നാണ് അംബാസഡറിന്റെ ഫുൾ നെയിം. 1965 ജൂൺ 24-നാണ് മിൽട്ടൻബർഗ് എന്ന ജർമ്മൻ സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തെ സ്നേഹിക്കുകയും മലയാളികളുടെ കഴിവുകളെ വാനോളം പുകഴ്ത്തുകയും ചെയ്ത ഡോക്ടർ ഫിലിപ്പ് ആക്കർമാന് പ്രവാസി ഓൺലൈന്റെ ഭാവുകങ്ങളും ചൈനയിലെ പുതിയ ദൗത്യത്തിനും അദ്ദേഹത്തിന് ആശംസകളും നേരുകയാണ്. Wir wünschen Ihnen einen angenehmen Aufenthalt in der Republik China, Herr Botschafter Ackermann. Auf Wiedersehen. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ജർമ്മനിയിലെ തൊഴിൽ അവസരങ്ങളെക്കുറിച്ചും മലയാളികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ മറക്കാതെ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.